ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഴ്സ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. കാരണം നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഫീസിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നം കൊണ്ടോ ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ടോ പഠിക്കാൻ പറ്റാത്ത പലരും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ടും അതേപോലെ തന്നെ ഓൺലൈനായിട്ടും പഠിക്കാനായിട്ടുള്ളൊരു അവസരമായിട്ടാണ് നമ്മുടെ ഷാർജ ഷെയ്ഖിൻ്റെ അണ്ടറിലുള്ള അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, കമ്മ്യൂണിറ്റിയിൽ അറബിക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള, അറബിക് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അവർ നമ്മളെ അറബിക്ക് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രോഗ്രാം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർജ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഒരു അക്രഡിറ്റഡ് ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ സി വിയിലേക്ക് ആഡ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുക. അതായത് ഷാർജ യൂണിവേഴ്സിറ്റിയുടെ പേര് നമ്മുടെ സി വിയിൽ വരാൻ പോവാണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലാംഗ്വേജ് കൂടി പഠിക്കാനായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് അവർ ലാസ്റ്റ് ജാനുവരി 16 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുബീൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. മുബീൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർജ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയുടെ ലാംഗ്വേജ് സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ബിഗിനേഴ്സ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണേഴ്സിന് വരെ ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷണൽ റിസോഴ്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് മുബീൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് പ്രൊഫഷൻസി ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനും അതേപോലെ റിസോഴ്സസും കാര്യങ്ങളൊക്കെ അവർ അവൈലബിൾ ആക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ നമ്മൾ +2 പാസ്സായിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മളെ കയ്യിലൊരു ഹൈസ്കൂൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് UAEയുടെ എംബസിയിൽ നിന്നോ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നോ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി UAE എംബസി ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ, രാജ്യത്തു നിന്നാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അറബിക് രാജ്യത്തുനിന്ന് അത് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മളെ +2 സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബേസിക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ അറബിക് ടെസ്റ്റ് തന്നെ, അത് നമ്മൾ പാസ്സായിരിക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഷാർജ അൽ ഖാസിമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നമ്മുടെ ബിഹേവിയറൽ ഇഷ്യൂ കാരണം ഏതെങ്കിലും ഒരു ഡിസിപ്ലിനറി ആക്ഷൻ്റെ പുറത്ത് എക്സ്പെല്ലായിട്ടുള്ളൊരു വിദ്യാർത്ഥിയല്ല എന്നുള്ളതും കൂടി തെളിയിക്കുന്ന ഒരു ഗുഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ റീസെൻ്റ്ലി എടുത്തൊരു ഫോട്ടോ, നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങളും കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, mubin.qasimia.ac.ae എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് വഴിയാണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അത് അപ്ലൈ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിളിൽ ചെന്നിട്ട് mubin.alqasimia.ac.ae എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു പേജാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ നമ്മുടെ യൂസർ നെയിം അല്ലെങ്കിൽ ഇമെയിൽ ID യും പാസ്വേഡും കൊടുത്തതിന് ശേഷം ഐം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കോളം കൂടി ടിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും കൊടുക്കണം. യൂസർ നെയിമിന് ഞാൻ എൻ്റെ മെയിൽ ID തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം പാസ്വേഡ് കൂടി ടൈപ്പ് ചെയ്ത് അതൊന്നും കൂടി കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ ലാസ്റ്റ് നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ജെൻഡർ, നമ്മുടെ നാഷണാലിറ്റി, അപ്പോൾ അതൊക്കെ നമുക്കവിടെ ലിസ്റ്റിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മുടെ സിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ റിസൈഡ് ചെയ്യുന്ന ടൗൺ, ഇപ്പോൾ നമ്മൾ റിസൈഡ് ചെയ്യുന്ന കൺട്രി, ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം എഗെയിൻ ഐം നോട്ട് എ റോബോട്ട് എന്നുള്ള കോളം ടിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് മൈ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും.
ഇതിൽ അവർ എഴുതിയിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അതിൻ്റെ ഇൻബോക്സോ ജങ്കോ സ്പാം ബോക്സോ നോക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഇൻബോക്സിലേക്ക് ഇങ്ങനൊരു മെസ്സേജ് മുബീൻ പ്ലാറ്റ്ഫോം വഴി അൽകാസിമിയ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് അതിലൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലൊരു പേജിലാണ് ഞാൻ ലാൻഡ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി രജിസ്ട്രേഷൻ കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാർ മാർക്ക് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ കോളംസും നമ്മൾ പൂരിപ്പിക്കണം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ഒന്നുകൂടിയും അവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മളോടൊരു സെമസ്റ്റർ ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്പ്രിംഗ് സെമസ്റ്ററും ഫോൾ സെമസ്റ്ററും. സ്പ്രിംഗ് സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണുള്ളത്. ഫോൾ സെമസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെയാണുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ടൈമാണോ നമുക്ക് ആവശ്യം അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോകുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ്റെ ഒരു ഫീൽഡിലേക്കാണ്. ഇവിടെ നമ്മളുടെ പേര്, അതേപോലെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയർ ഡേറ്റ്, നമ്മുടെ കൺട്രി ഓഫ് റെസിഡൻസ്. ഇനിയിപ്പോൾ നമ്മൾ UAE താമസിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ എമിറേറ്റ്സ് IDയുടെ നമ്പറൊക്കെ ചോദിക്കും. അപ്പോൾ അത് ഒക്കെ നമ്മൾ അവിടെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ നമ്മൾ കൺട്രി ഓഫ് ബർത്ത്, നമ്മുടെ സിറ്റി ഓഫ് ബർത്ത്, നമ്മുടെ ജെൻഡർ, നമ്മുടെ റിലീജിയൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, അതേപോലെ തന്നെ നമ്മൾ മുന്നേ ഇനിയിപ്പോൾ ജസ്റ്റ് UAE റെസിഡൻ്റ് ആയിരുന്ന ആളാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോഴും ആണെങ്കിൽ അത് കൊടുക്കുക. അതേപോലെ നമുക്ക് UAE ആരെങ്കിലും റിലേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊടുക്കുക. അതേപോലെ കോവിഡ് വാക്സിൻ്റെ 2 വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ ഫോട്ടോ, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇനി UAE റെസിഡൻ്റ് ആണെങ്കിൽ നമ്മുടെ വിസ, അതേപോലെ തന്നെ എമിറേറ്റ്സ് ID കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഫാമിലി ഇൻഫർമേഷൻ്റെ ഒരു കോളത്തിലേക്കാണ്. അവിടെ നമ്മുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതേപോലെ നമ്മളൊരു എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കോണ്ടാക്റ്റ് ഇൻഫർമേഷൻ്റെ ഒരു സെക്ഷനും കൂടി അവിടെ ഉണ്ട്. അതിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവരവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക. പിന്നെ അതിനുശേഷം ക്വാളിഫിക്കേഷൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. അതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, അറബിക്ക്, പിന്നെ അത് എത്ര ലെവൽ വരെ, വെരി വീക്ക്, വളരെ പ്രൊഫഷൻ്റെ ആണെന്ന് തുടങ്ങി വെരി വീക്ക് വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രൊഫഷൻസിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് ചെല്ലുമ്പോൾ അവർ കുറച്ച് വേർഡ് ഫയലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അൽകാസിമിയ യൂണിവേഴ്സിറ്റീനെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രൂഫ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം അതുകൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതൊക്കെ അവർ സ്റ്റാർ മാർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവർ ഒന്നുകൂടി പറയുന്നുണ്ട്. അതിൽ ഐ അഗ്രി ടു അഡ്മിഷൻ റിക്വയർമെൻറ്റ്സും അതേപോലെ ഐ അഗ്രി ടു അപ്രൂവൽ ആൻഡ് പ്ലഡ്ജ് കൂടി മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ പ്രോസസ്സ്. കുറച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം, കുറച്ചധികം കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ മാക്സിമം ഇത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്യുക. കാര്യം നോൺ അറബ്സിന്, അതായത് നമ്മളെപ്പോലെ അറബിക്ക് മാതൃഭാഷ അല്ലാത്ത ആൾക്കാർക്ക് നല്ലൊരു അവസരം കൂടിയാണ്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻ റിക്വയർമെൻറ്റ്സും നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് യൂണിവേഴ്സിറ്റിയുടെ പോളിസി പ്രകാരം അവരുടെ റൂൾ എങ്ങനെയാണോ അത് പ്രകാരം തന്നെ നടക്കുള്ളൂ. പക്ഷേ അപ്ലൈ ചെയ്തിടുക. കാരണം ഒരുപാട് പേർക്ക് അറ്റ് എ സെയിം ടൈം ഒരുപാട് അവസരങ്ങൾ ഇതുവഴി കിട്ടുന്നുണ്ട്. ഒന്നാമത് ഓൺലൈനാണ്. നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിലിരുന്ന് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഇരുന്ന് പഠിക്കാനായിട്ടുള്ളൊരു അവസരം കൂടി കിട്ടുകയാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.